പിണറായിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കാനാണ്. പക്ഷേ ഇവരുടെ താല്പര്യം എന്താ? ഇവർക്ക് ഒറ്റ താല്പര്യമുള്ളൂ സാഹിബേ. എന്താ താല്പര്യം അറിയോ? മുഖ്യമന്ത്രിയാകുമ്പോൾ ആര് കൈപൊന്തിക്കണമെന്ന്. ആ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ഈ നേതൃത്വത്തെയും വെച്ചാണ് UDF മുന്നോട്ട് പോകുന്നതെങ്കിൽ 99 സീറ്റിൽ വേണം കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ. ആ 99 സീറ്റിൻ്റെയും മാനദണ്ഡം കൈപൊക്കുന്നവർക്ക് മാത്രമായിരിക്കും. 2026 ഭരണം പിണറായിയെ താഴെ ഇറക്കാൻ ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അതവസാനിച്ചു. ഈ പറയപ്പെട്ട ചർച്ചകൾ മുഴുവൻ പിന്നീടും കഴിഞ്ഞു. ഒരു സീറ്റും പ്രത്യക്ഷമായി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഇന്നലെ നിങ്ങളോട് വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ UDFനെ തോൽപ്പിക്കാനാണോ നോക്കിയത്? ഞാൻ UDFനെ തോൽപ്പിക്കാനാണോ നോക്കിയത്? ഞാൻ UDFനെ തോൽപ്പിക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ UDFനെ സഹായിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന മുഴുവൻ അപമാനവും സഹിച്ചിട്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ മത്സരിക്കാനില്ല. ബാങ്ക് വിളിക്കുന്നത് കഴിഞ്ഞിട്ട് PV അൻവറാണ് വിശദീകരിക്കുന്നത്. അൻവർ വളരെ വിശദമായി തന്നെ നിലപാട് പറയാനാണ് ശ്രമിക്കുന്നത്. UDFനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, UDFനെതിരെ പറഞ്ഞിട്ടില്ല, കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അൻവർ തൻ്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് വരാനാണ് അൻവർ ശ്രമിക്കുന്നത്. എന്തായാലും അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ തന്നെ ഉദ്ദേശിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൽകുന്ന സൂചന. അങ്ങനെ തന്നെയാണ്. എന്തായാലും അൻവർ പലപ്പോഴും താൻ വൈകാരികമായി പ്രതികരിക്കാറുണ്ട്. അത് ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് പറയുന്നത്. ഒപ്പം ആര്യാടൻ ഷൗക്കത്തിനെ താൻ അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്ത് എന്നതുകൂടിയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനടക്കം ആര്യാടൻ ഷൗക്കത്ത് വിജയസാധ്യത ഇല്ലാത്ത വ്യക്തി എന്ന പൊതുവിലയിരുത്തൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് താനും ആ നിലപാട് എടുത്തത്. ആര്യാടൻ ഷൗക്കത്തുമായി മുന്നോട്ട് പോയാൽ വിജയിക്കില്ല എന്നുകൂടിയാണ് അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അൻവർ എടുക്കാൻ പോകുന്ന നിലപാട് ശ്രദ്ധേയമാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അൻവർ തൻ്റെ സ്ഥാനാർത്ഥിത്വം അത് സംബന്ധിച്ച് അൻവർ നടത്താൻ പോകുന്ന നീക്കങ്ങൾ, ഒപ്പം UDFനെതിരെ എടുക്കുന്ന നിലപാടുകൾ. കഴിഞ്ഞ ദിവസം VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ, അത് കൂടുതൽ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ അറിയണം. ഇതിനിടയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും അൻവറിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. അൻവറുമായി ഉടക്ക് വേണ്ട എന്ന നിലപാടെടുക്കുന്നവരുണ്ട്. അടൂർ പ്രകാശ്, KC വേണുഗോപാൽ, K സുധാകരൻ അടക്കമുള്ളവരൊക്കെ അതേ നിലപാടുള്ളവരാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ശക്തമായി ഇനി അൻവറുമായി ചർച്ചയില്ല, അൻവറുമായി ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചു കഴിഞ്ഞു എന്ന പ്രഖ്യാപനം നടത്തുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വാദിക്കുന്നുണ്ട്. പക്ഷേ മുന്നണിയിലെ പാർട്ടിയിലെ തന്നെ മറ്റു നേതാക്കൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് വേണം ആ സൂചന. എന്തായാലും ഞാൻ പിണറായിസത്തെ തോൽപ്പിക്കാനും കേരളത്തിലെ സാധാരണ ജനങ്ങളെ രക്ഷിക്കാനും അതിനിറങ്ങിയത്. ഞാൻ പിണറായിസത്തെ സഹായിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്ന പ്രശ്നമില്ല.